ഗായ്സ്, ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മൈലാഞ്ചിടിയിൽ ഫംഗ്ഷനാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് പോവാണ്. അപ്പം ചെറുക്കനും പെണ്ണും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അപ്പോൾ ഇവിടെ മെഹന്തിയൊക്കെ ഇട്ടത് തിരുവനന്തപുരത്തുള്ള ഒരു ടീമായിരുന്നു. പക്ഷെ നന്നായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അവർ. നല്ല 2 കൈ നിറച്ച് അവർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു സന്ധ്യ അതിന് ശേഷമാണ് അങ്ങോട്ട് പോയത്. അപ്പം വീട് കഥവൊക്കെ അടയ്ക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കും അത്തായി അമ്മയൊക്കെ. പിന്നെ നേരെ വല്യമ്മയുടെ വീട്ടിൽ പോയി അവരെയും വിളിച്ച് ഞങ്ങളെല്ലാവരും കൂടാണ് പോയത്. എല്ലാവരും വരാൻ ഇച്ചിരി താമസം വരുമല്ലോ, അങ്ങനെ കുറച്ച് താമസം വന്നു. പിന്നെ അത് നമ്മൾ ആ പെണ്ണിൻ്റെ വീടാണ് ഈ കാണുന്നത്. അപ്പം വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നന്നായിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇരുട്ടായാലും പെട്ടെന്ന് പോകാൻ എളുപ്പമായിരുന്നു. ചാരുമൂടിലുള്ള വിഭജിക ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു അവിടെ മെഹന്തിയിടൽ ഫംഗ്ഷന്. അപ്പം ചെറുക്കൻ്റെ വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും വന്നിട്ടുണ്ട്. നമ്മൾ നേരെ ചെന്നതും ആൾക്കാരൊന്നും പുറത്തൊന്നും ഇല്ലാട്ടില്ല. ഇത് നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ അർച്ചനായും കുഞ്ഞുമാണ്. നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. പിന്നെ നമ്മൾ പതിയെ ഒരു പിസ്താഷയ്ക്കൊക്കെ ആയിട്ട് കുടിച്ചിട്ട് പതിയെ അവിടെ കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞിട്ട് പതിയെ അവിടുന്ന് മുകളിലോട്ട് കയറി പോവുകയാണ്. ആ മോളിൽ നിൽക്കുന്നതാണ്, ആ വൈറ്റിട്ടതാണ് ചെറുക്കന്. ഞങ്ങളൊക്കെ ബെസ്റ്റ് ഫ്രണ്ട്സായിരുന്നു, ഒരുമിച്ചാണ് പഠിച്ചത് എല്ലാവരും. ഇത് നൗഫൽ, അഫ്സൽ, അവരൊക്കെ. പിന്നെ കുറച്ച് നേരം അച്ചാച്ചോട് പരിചയപ്പെട്ടു. അതിനുശേഷം ഞങ്ങളന്ന് അകത്തോട്ട് പോകാൻ നോക്കിയപ്പോൾ നല്ല ആളൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ ആളിനെ ഷീജാമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പതിയെ അകത്ത് പോയി എവിടെയെങ്കിലും ഇരിക്കാനൊരു സ്ഥലം കണ്ടെത്താനുള്ള പരിപാടിയിലാണ് ഇങ്ങനെ നടക്കുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് വന്ന് അവർ ആ ഡ്രസ്സൊക്കെ തലേന്ന് കൊടുക്കാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നാൽ വെട്ടം കുറവുള്ളതുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കുമ്പോൾ നന്നായിട്ട് കാണാനും എടുക്കാനും ഒക്കെ വലിയ പാടായിരുന്നു. പിന്നെ അവസാനം നമ്മുടെ കറക്റ്റ് സമയമായി ഫോട്ടോ എടുക്കാനും മൈലാഞ്ചി ഇടാനുള്ളത്. അപ്പോൾ ഞാനും കുഞ്ഞും വല്യമ്മയും കൂടെ ഫോട്ടോ എടുക്കാൻ കയറി. അച്ചാച്ചിയെ വിളിച്ചിട്ട് അച്ചാച്ചി വന്നില്ല. അപ്പോൾ ഞങ്ങൾ മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുത്ത്, അതുകൂടാതെ കുഞ്ഞാപ്പൂനെയും കൊണ്ട് ഇടിച്ചു. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അവിടെ കൈ നിറച്ച് മൈലാഞ്ചി ആയതുകൊണ്ട് നമ്മൾ വെറ്റയ്ക്കകത്ത് വെച്ചാണ് മൈലാഞ്ചി ഇടുന്നത്. സ്വീറ്റ്സൊക്കെ കഴിച്ച് മടുത്തിരിക്കുക. അവിടെ ഒത്തിരി കൊടുത്തിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങുമായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാനുള്ള സമയം. അപ്പോൾ നമ്മൾ താഴോട്ട് ചെന്നു. താഴെയാണ് ഫുഡ് കൊടുക്കുന്നത്. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു, പഴയത് ഉണ്ണിമായെന്ന് അതിൻ്റെ പേര്. പിന്നെ ഞങ്ങളെല്ലാവരും കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് തന്നെ അവനും അവളും അഫ്സലും ജീനായും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കഴിക്കാനൊക്കെ ഇരുന്നതിന് ശേഷം പ്ലേറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ബിരിയാണിയും പൊറോട്ടയും അപ്പവും അങ്ങനെ എല്ലാം ഉണ്ട്. ഞങ്ങളെടുത്തത് ബിരിയാണിയായിരുന്നു. അപ്പം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക ഓരോ സാധനങ്ങൾ വരാൻ. സലാഡും പപ്പടവും അച്ചാർ എല്ലാ സാധനവും വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് ആരോ അബദ്ധത്തിൽ 2 പപ്പടം കൊണ്ട് തന്നു. ഈ നിൽക്കുന്നത് ഞങ്ങളുടെ സ്വന്തം ഷാജൻ സാറാണ്. കുറച്ച് നേരം വെള്ളവും കാര്യങ്ങളൊക്കെ, പിന്നെ റൈസൊക്കെ വന്ന് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാവരും വരുന്നത്. പിന്നെ ഫുഡ് കഴിക്കുന്നിടത്ത് നോ കോംപ്രമൈസ്. അതിൻ്റെ വീഡിയോ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കാതെ വേണ്ട. പിന്നെ നമ്മൾ താഴെ ഇറങ്ങി വന്നൊരു കട്ടനൊക്കെ അടിച്ചിട്ട് കുറച്ച് നേരം അവിടെ സംസാരിച്ചിട്ട് അപ്പോഴാണ് കുഞ്ഞാപ്പൂൻ്റെ കൂട്ടുകാരനെ കണ്ടത്. കുഞ്ഞാപ്പൂ അവനുമായിട്ട് ഇന്ന് ആടിപ്പാടി ഉല്ലസിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈഡ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറഞ്ഞില്ലേ, ഇത് കണ്ടോ. പുള്ളിക്കാരുടെ ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.